നമസ്കാരം. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ പോലെയല്ല ഗൾഫ് രാജ്യങ്ങളിലെ നിയമവ്യവസ്ഥ. ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പോലും വലിയ ശിക്ഷയാണ് ഗൾഫ് രാജ്യങ്ങളിൽ നൽകി വരുന്നത്. ഒരുപക്ഷെ നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് ഗൾഫ് രാജ്യങ്ങളിൽ നടപ്പാക്കി വരുന്ന ശിക്ഷകൾ. നിയമത്തിന്റെ കാര്യത്തിൽ സ്വദേശിയെന്നോ വിദേശിയെന്നോ ഒന്നും ഗൾഫ് രാജ്യങ്ങളിൽ നോക്കാറില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിയമലംഘകർക്ക് കടുത്ത ശിക്ഷയാണ് സൗദിയിൽ എല്ലായിടങ്ങളിലും നൽകി വരുന്നത്. രാജ്യത്തെ പൊതു സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ നിയമവുമായി മുന്നോട്ടു പോവുകയാണ് സൗദി ഭരണകൂടം. ഇതുപ്രകാരം സൗദിയിലെ പൊതു റോഡുകളോ വെള്ളപ്പൊക്കം തടയുന്നതിനുള്ള ഡ്രെയിനേജ് സംവിധാനങ്ങളോ മനഃപൂർവ്വം നശിപ്പിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് പരമാവധി 1 ലക്ഷം റിയാൽ വരെ പിഴ ചുമത്തും. പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നിയമം ലംഘിക്കുന്നവർക്ക് കർശനമായ പിഴകളും ശിക്ഷാവിധികളുമാണ് സൗദി മുന്നോട്ട് വെക്കുന്നത്. വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പൊതു സംവിധാനങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ തീർക്കുന്നതിന് നടത്തുന്ന അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവിന്റെ 75% വരെ അടയ്ക്കുന്ന തരത്തിലാണ് പിഴകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം പരമാവധി പിഴ 1 ലക്ഷം റിയാലായി നിജപ്പെടുത്തിയിരിക്കുന്നു. അഥവാ ചെലവാക്കുന്ന തുകയുടെ 75% 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമെങ്കിലും പരമാവധി 1 ലക്ഷം രൂപ പിഴയായി നൽകിയാൽ മതിയാവും. നിയമലംഘനത്തിന് ഒന്നിൽ കൂടുതൽ വ്യക്തികൾ ഉത്തരവാദികളാണെങ്കിൽ അവരിൽ നിന്ന് കൂട്ടമായി പിഴ ചുമത്തും. കേടുപാടുകൾ തീർക്കുന്നതിന് ചെലവ് വരുത്തുന്ന തുകയുടെ 75% നിയമലംഘനത്തിൽ ഉൾപ്പെട്ട വ്യക്തികൾ വീതിച്ച് നൽകണം. കൂടാതെ നിയമലംഘകർ റിപ്പയർ ചെലവുകൾ ഉൾപ്പെടെയുള്ള എല്ലാ നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരവും നൽകിയിരിക്കണം. പിഴ നൽകാൻ വിസമ്മതിക്കുന്ന പക്ഷം രാജ്യത്തെ റവന്യൂ നിയമത്തിന് കീഴിലുള്ള നിയമപരമായ മാർഗങ്ങളിലൂടെ അഥവാ റവന്യൂ റിക്കവറി നടപടികളിലൂടെ ചെലവുകൾ വീണ്ടെടുക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതേസമയം ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നുള്ള അനുമതിയില്ലാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ റോഡുകൾക്കോ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്കോ കേടുപാടുകൾ സംഭവിക്കുന്ന കേസുകളിൽ അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവിന്റെ 10% വരെ പിഴയായി ഈടാക്കും. ഇവിടെയും പരമാവധി ഈടാക്കുന്ന പിഴയ്ക്ക് 1 ലക്ഷം റിയാൽ എന്ന പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. വ്യക്തിഗത ആവശ്യങ്ങൾക്കായി പൊതു റോഡുകളോ ഡ്രെയിനേജ് ചാലുകളോ അനധികൃതമായി കയ്യേറി അവയിൽ കുഴികളോ പൊട്ടലുകളോ ഉണ്ടാക്കിയാൽ അവരിൽ നിന്ന് പ്രദേശ പൂർവ്വസ്ഥിതിയിലാകുന്നതിനുള്ള ചെലവ് അടിസ്ഥാനമാക്കി 50,000 റിയാൽ വരെ പിഴ ഈടാക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അഴുക്കുപോലുള്ള അപകടകരമായതോ മോശമായതോ വസ്തുക്കൾ ഉപയോഗിച്ച് പൊതു റോഡുകൾ മോശമാക്കുന്ന വ്യക്തികൾക്ക് 3000 റിയാൽ വരെ പിഴ ചുമത്തും. വെള്ളം, വൈദ്യുതി മീറ്ററുകൾ, പൊതു ടെലിഫോൺ ഉപകരണങ്ങൾ, റെയിൽവേ എന്നിവയിൽ കൃത്രിമത്വം കാണിക്കുന്നതും ഈ സേവനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നതുമായ കുറ്റത്തിന് 3000 റിയാൽ വരെ പിഴയും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പൊതു സൗകര്യങ്ങളിലേക്ക് അനധികൃത പ്രവേശനം നേടുന്ന വ്യക്തികളിൽ നിന്ന് 2000 റിയാൽ പിഴ ഈടാക്കും. നമ്മുടെ നാട്ടിൽ ഹർത്താലിനും ബന്ദിനുമൊക്കെ എത്രമാത്രം പൊതുമുതലാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നിയമത്തിന്റെ കാര്യത്തിൽ സൗദി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന ഒരു രാജ്യമല്ല. സൗദിയിൽ വധശിക്ഷയ്ക്ക് നടപ്പാക്കിയവരുടെ എണ്ണം കേട്ടാൽ ഞെട്ടിപ്പോകും. മയക്കുമരുന്ന് കേസിൽപ്പെട്ട 117 പേരുടെ വധശിക്ഷ സൗദി അറേബ്യ കഴിഞ്ഞ വർഷം നടപ്പാക്കിയിരുന്നു. 2023 മയക്കുമരുന്ന് ഇടപാടുകൾക്കെതിരെ സൗദി ശക്തമായ നടപടി ആരംഭിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ച മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞതോടെയാണ് നടപടി കടുപ്പിച്ചത്. ഇതിനു പുറമെ ഈ അടുത്ത ദിവസം മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. സൗദിയിലേക്ക് നിരോധിത മയക്കുമരുന്നായ ഹാഷിഷ് ഒളിപ്പിച്ച് കടത്തിയെന്ന കേസിൽ പിടിയിലായിരുന്ന 6 ഇറാനിയൻ പൗരന്മാരെ സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.